ഈ വിഴിഞ്ഞത്ത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ ആ കൗതുക കാഴ്ച കാണാൻ വേണ്ടി, ആ വിസ്മയകരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പ്രധാനമന്ത്രി ആകാശമാർഗം വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തുന്ന കാഴ്ച. ഒരുപക്ഷെ ഇവിടെ നാട്ടുകാർക്കൊന്നും ഈ പ്രവേശനമില്ല. അതുകൊണ്ട് മാതൃഭൂമി ന്യൂസിലൂടെ ആ കാഴ്ച വളരെ ഭംഗിയായി പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ കാണുന്ന ഇപ്പോൾ രതീഷിന്റെ ക്യാമറ കാണിച്ചു തരുന്ന ആ ആകാശത്തിലൂടെയാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം വരുന്നത്. അത് നേരെ വിഴിഞ്ഞം പോർട്ടിൽ ഒരുക്കിയിരിക്കുന്ന ഹെലിപാഡിൽ ലാൻഡ് ചെയ്യും. അവിടെ നിന്ന് അദ്ദേഹം വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ ഓപ്പറേഷൻ മുഴുവൻ അദ്ദേഹം നടന്നു കാണും. ഏതാണ്ട് അരമണിക്കൂർ സമയമാണ് പ്രധാനമന്ത്രി ഓപ്പറേഷൻ നടന്ന് കാണുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് താമസമില്ല. അതാ നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തിരുമുറ്റത്തേക്ക് പ്രധാനമന്ത്രി എത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ നിന്ന് കാത്തിരിക്കുന്നത് ആകാശത്ത് പൊട്ടുപൊടി പോലെ ആ ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാനാണ്. ആ കാഴ്ച, അതിഗംഭീര കാഴ്ച പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിന്റെ ഈ ക്യാമറയിലൂടെ കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ക്യാമറയുമായി നിൽക്കുന്നത്. മാത്രമല്ല വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു വിശ്വരൂപം ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. പൂർണ്ണതോതിൽ വലിയ MSCയുടെ ആ വലിയ കപ്പൽ, അത് നിറയെ കാർഗോ, അതിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ക്രെയിൻ സർവീസ്, അതൊക്കെ ഇവിടെ നിന്നാൽ ഭംഗിയായിട്ട് കാണാൻ കഴിയും. സാധാരണഗതിയിൽ വിഴിഞ്ഞം തുറമുഖം കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് അത് കാണുന്നത്. പക്ഷേ ഇന്നത്തെ പ്രത്യേക സെക്യൂരിറ്റി അലർട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു തന്ത്രപ്രധാന മേഖലയാണ്. പോർട്ട് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പോലീസും മാധ്യമപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്തുള്ള നാട്ടുകാരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അവരെല്ലാം മടക്കി അയക്കുകയാണ്. അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി നിന്ന് കാണാനാണ് പറയുന്നത്. പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പറന്നെത്തുന്നത് കാണാനായി നിമിഷങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും. അതിനായുള്ള കാത്തിരിപ്പാണ്. സർവ്വസജ്ജമായ മാതൃഭൂമി ന്യൂസും ഒപ്പമുണ്ട് പ്രേക്ഷകർക്കായി വിവരങ്ങൾ ഓരോ നിമിഷവും പങ്കുവയ്ക്കാനായി. പ്രശാന്ത് കൃഷ്ണയിലേക്ക്. പ്രശാന്ത്, വിശിഷ്ട വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടവരൊക്കെയും വന്ന് നിറഞ്ഞു കഴിഞ്ഞോ? കയറി കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സെക്രട്ടറി ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ ഭാര്യ, ഇപ്പോൾ ഈ VIP ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരും വിശിഷ്ടാതിഥികളും എത്തിക്കൊണ്ടിരിക്കുന്നു. മുൻനിരയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ, മുഖ്യമന്ത്രിയുടെ പത്നി, എല്ലാവരും ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാര്യ നമ്മോട് സംസാരിക്കുമെന്ന് ചോദിക്കാം. ഈ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. എങ്ങനെ കാണുന്നു? കുറച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. നമുക്ക് മറ്റുള്ളവരോട് തന്നെ ചോദിക്കാം. ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ ഈ കേരളം കാത്തിരുന്നൊരു നോക്കലാണ് നമ്മൾ ഉത്തരവാദിത്വം. എങ്ങനെ ഈ നിമിഷത്തെ എങ്ങനെ കാണുന്നത്? കാത്തിരുന്നതാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് അഭിമാനിക്കാം. എല്ലാ നിലയിലും നമുക്ക് മുന്നോട്ട് പോകാനായി. സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള നിലപാട്, ആ നിലപാടിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇതെന്ന് കേരളത്തിലെ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. സമസ്ത മേഖലകളും ഇതിന് മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ ഈ കാഴ്ചപ്പാടിനോടൊപ്പം നിന്നു. നവകേരളത്തിൻ്റെ ചുവടുവെപ്പിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനായി ഇന്നത്തെ ദിനം ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ട് വരുന്നതോടുകൂടി മാറും. അത് എല്ലാവർക്കും അഭിമാനിക്കും, എല്ലാവർക്കും സന്തോഷം. ഈ പദ്ധതി വൈകി എന്നൊരു ആക്ഷേപത്തിൽ കഴമ്പുണ്ട്. കാരണം നിശ്ചയിച്ചത് 4 വർഷമായിരുന്നു, പക്ഷേ 6 വർഷം 10 വർഷം എടുത്തു. അല്ല, ഇപ്പം മറ്റ് അനാവശ്യ വർത്തമാനത്തിലേക്ക് പോകാനില്ല. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലെടുത്തിട്ടുള്ള സമയം. ഇതിനിടയിൽ കേരളത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ വന്നു. പ്രളയം വന്നു, ഓക്കി വന്നു, നിപ്പ വന്നു. ഇതൊക്കെ വന്നിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിനെ എല്ലാവരും കോർത്തിണയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് വിവാദത്തിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിൽ മാറ്റത്തിന് കാരണമായി ഇത് മാറിയിട്ടുണ്ട്.